ഹലോ, ഇന്ന് ഞാൻ ശരിക്കും ഒരു മിൻസോ വ്ലോഗാണ് ഉദ്ദേശിച്ചത്. പക്ഷെ വീട്ടിൽ ചെന്നെത്തിക്കണത് വേറെ എവിടെയോ ആണ്. വീട്ടിലെ ഡെലിവറി പാർട്ട്ണറും ഓളിനോളൊക്കെ ഞാൻ തന്നെ ഇതുകൊണ്ട് ഞാനാണ് ഈ കസിൻസിൻ്റെ വീട്ടിൽ ഫുഡ് കൊടുക്കാനും പാത്രം മേടിക്കാനൊക്കെ പോണത്. അപ്പം നമ്മൾ ആദ്യത്തെ സ്ഥലമെത്തി, സാജിൻ്റെ വീട്. ഇവിടെ കുറച്ച് ഫുഡ് ഡെലിവറി ഉണ്ടായിരുന്നു, കുറച്ച് ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ കയറി സജിക്ക് ഫുഡൊക്കെ കൊടുത്തു. ഇതാണ് എൻ്റെ കസിൻ ഐഷു, അല്ലെങ്കിൽ ഐഷ നൗറിൻ VS. ബുദ്ധി തീരെയില്ല, അതിൻ്റെ യാതൊരു അഹങ്കാരവുമില്ല. പിന്നെ ഫുഡ് അടിയാണ് ഇവളുടെ മെയിൻ സംഭവം. 4-5 നേരം തിന്നു. ഇങ്ങനെ തിന്നു മുടിപ്പിക്കാനുണ്ടായൊരു ജന്മം. പിന്നെ ഐഷുവിൻ്റെ തീറ്റയും കുറച്ച് പട്ടിഷയൊക്കെ കണ്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇനി നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മിൻസോ ആണ്. അങ്ങനെ നമ്മൾ നേരെ കാക്കനാടിനടുത്തുള്ള മിൻസോ എത്തി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മിൻസോയിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടം. കാരണം അവിടുത്തെ ഒരു ആംബിയൻസും എല്ലാം അടിപൊളിയാണ്. പിന്നെ കണ്ട കുറേ കുട്ടി ക്യൂട്ട് ഐറ്റംസ് ഉണ്ട് അവിടെ. സോ നമ്മളിന്ന് അന്വേഷിച്ച് നിൽക്കുന്നത് ഒരു സാധനമാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇതുമല്ല, ഇതിൻ്റെ കൂടെ ഒരു നൈഫും കൂടെ വന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ എന്തായാലും വന്നതല്ലേ, എന്നാൽ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് ഉദ്ദേശിച്ച് അവിടെ ഉണ്ടായ കുറേ കപ്സും കുപ്പിയും ഒക്കെ നേരത്തെ പിടിച്ചങ്ങോട്ട് വീഡിയോ എടുത്തു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബോട്ടിൽസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറേ കളക്ഷൻ ഉണ്ട്. പിന്നെ ഈ ബോട്ടിലുണ്ട്, ഇതിന് 500 rupees ഉള്ളൂ. അടിപൊളിയല്ലേ. പിന്നെ കുറേ ബാഗ്സും ടെഡി ബെയറും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഒക്കെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇനി സെക്കൻഡ് ഡെലിവറി, അവക്കാഡോ ഡെലിവറി. സോ നമ്മൾ പോണ വഴി അവക്കാഡോ മേടിച്ചു. ഇവിടെ 1 കിലോ അവക്കാഡോക്ക് 100 രൂപ ഉള്ളൂ. സോ നമ്മൾ 3 കിലോ അവക്കാഡോ മേടിച്ചു. അങ്ങനെ അവക്കാഡോ ഒക്കെ മേടിച്ചു നേരെ നമ്മൾ ഡെലിവറി ചെയ്യാൻ പോയി. ഇത് വേറെ അങ്ങോട്ടുമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് 2 പേര് കൂടെ ചേർന്ന് ഒരു കഫേ തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടുള്ളതാണ്. സീപോർട്ട് എയർപോർട്ട് റോഡ് ത്രൂ പോകുന്ന ആൾക്കാർക്ക് ഈ തിരക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായവർ കമൻ്റ് ആവും. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനെത്തി. ഇതാണ് ചവറേപ്പാടം, മുട്ടയാടിൻ്റെ പിന്നിലെ പാടം. ഏകദേശം ഈ ആലുവ കളമശ്ശേരിയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ തിളങ്ങി നിൽക്കുന്ന കഫേയാണ് ലേ പെറ്ററ്റ് ബിസ്ട്രോ. ഈ കഫേനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സീ യു, ബൈ.